എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും ദൈവത്തോട് അറിയിക്കുക എന്നാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ സംരക്ഷിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. ക്രിസ്തുയേശുവിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. അതിൽ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സമാധാനം. ഹല്ലേലൂയ. എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നത്, പ്രാർത്ഥനയാലും എല്ലാറ്റിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഉത്കണ്ഠപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരിച്ച് മനസ്സിനകത്ത് ഒരുക്കി വെക്കുന്ന വിഷമങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളിൽ രോഗമായി മാറാൻ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും പേടിക്കരുത്. പ്രശ്നങ്ങൾ വന്നേക്കാം, രോഗങ്ങൾ ഓടി വന്നേക്കാം. ഇതിനെ അകത്തേക്ക് സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ രോഗമായി മാറുന്നത്. എന്തെങ്കിലും സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അതിനെ പേടിക്കരുത്. അതിനെ തുരത്തി വെളിയിലാക്കുവാൻ തിരുവചനത്തിന് ബലമുണ്ട്. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ ആമേൻ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് കിടക്കുന്ന ആമേൻ സ്തോത്രം ബലം എഴുന്നേൽക്കും. അകത്ത് കിടക്കുന്ന മനുഷ്യൻ ചടകൊടഞ്ഞ് എഴുന്നേറ്റ് ആമേൻ വരുന്ന ഓരോ ആയുധങ്ങളെയും തിരുവചനത്താൽ അതിനെ തകർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മുടെ അകത്ത് വേണ്ടത്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്, വിഷമിക്കരുത്. ആമേൻ. ആങ്സൈറ്റി കയറുന്നവരുണ്ട്, എന്തെങ്കിലും വിചാരിച്ച് പെട്ടെന്ന് വെപ്രാളം കയറുന്നവരുണ്ട്. വെപ്രാളം കയറി അതൊക്കെ ദൈവികത്വമല്ല. ഹല്ലേലൂയ. അപ്പം തിരുവചനം പറയുന്നത് ഇങ്ങനെ ആങ്സൈറ്റി വരുക, പെട്ടെന്ന് വെപ്രാളം വരുക, പെട്ടെന്ന് വിഷമിക്കുക, ചില കാര്യങ്ങളെ ഓർത്ത് അതെങ്ങനെ നടക്കും, അതെങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ ചിന്തിച്ച് പ്രയാസപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതാണ് ദൈവിക സമാധാനം നമുക്ക് തരുന്നത്. ആ സമാധാനമാണ് നമ്മളെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സംരക്ഷിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് our heart and mind is God's peace. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും കാവൽ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സഭകൾ, ദൈവദാസന്മാർ ആമേൻ എങ്ങനെ ഇത് നടക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ആയിരിക്കും ഇന്നൊക്കെ ഉത്കണ്ഠപ്പെട്ട് പ്രയാസപ്പെട്ട് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ ആമേൻ ശരിക്കും ദൈവ സമാധാനം നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി അതിനകത്ത് ഒരു ഉത്തരം ദൈവം തരും. ഹല്ലേലൂയ. ആ ഉത്തരമാണ് ദൈവിക സമാധാനം. നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ആമേൻ ഹൃദയത്തിനും ദൈവം സംരക്ഷണം തരുന്നത്. ഹല്ലേലൂയ. ആ സംരക്ഷണം ഉള്ളതുകൊണ്ട് വെളിയിൽ കിടക്കുന്നതൊന്നും അകത്ത് കയറത്തില്ല. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനത്താൽ, ദൈവിക സമാധാനത്താൽ അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും സംരക്ഷിക്കണമേ. ഭയത്തിൽ നിന്ന്, ആങ്സൈറ്റിയിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, അതുപോലെ തന്നെ
ഒത്തിരി ചിന്തയ്ക്കകത്ത് വരുന്ന വിചാരപ്പെടുന്നതിന് അകത്തുനിന്ന് എല്ലാവരെയും സംരക്ഷിക്കണമേ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.